ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഡൽഹി, ആഗ്ര, അമൃത്സർ ഒരു യാത്ര പോയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഞങ്ങൾ ഈ ടൂറ് പ്ലാൻ ചെയ്തത് വിവേകാനന്ദ ട്രാവൽസിൻ്റെ ടൂർ പാക്കേജ് വഴിയാണ്. കണ്ണൂരിൽ നിന്ന് 19th ഞങ്ങൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. ബൈ ട്രെയിനാണ് ഞങ്ങൾ ഇവിടുന്ന് പോയത്. 21st അവിടെ നിസാമുദ്ദീൻ സ്റ്റേഷനിലാണ് ഇറങ്ങിയത്. നിസാമുദ്ദീൻ സ്റ്റേഷനിൽ ഞങ്ങൾ റൂമും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കരോൾ ബാഗ് എന്നുള്ള സ്ഥലത്താണ്. കരോൾ ബാഗിലേക്ക് നിസാമുദ്ദീൻ സ്റ്റേഷൻ ഒരു നിയർലി 10 kilometers ആണ് ഡിസ്റ്റൻസ് വരുന്നത്. 21st ഏകദേശം ഒരു ഉച്ച 2 മണിയോളമായി നമ്മളവിടെ നിസാമുദ്ദീൻ എത്തുമ്പോഴേക്ക്, റൂമിലേക്കൊക്കെ എത്തുമ്പോഴേക്ക് തന്നെ ഒരു 3 മണി 3:30 കുളിച്ച് ഫ്രഷ് ആയതിനു ശേഷം ഞങ്ങൾ എല്ലാവരും കൂടി കരോൾ ബാഗിൽ ലോക്കൽ മാർക്കറ്റ് ഉണ്ട്, ഞങ്ങൾ അവിടത്തേക്ക് പോയി. അപ്പം ആദ്യത്തെ ദിവസം നമ്മൾ 22nd യാത്ര പ്ലാൻ ചെയ്ത് താജ്മഹലിലേക്കാണ്. താജ്മഹൽ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 280 kilometers ഉണ്ട്. ഞങ്ങൾ യമുന എക്സ്പ്രസ് ഹൈവേ വഴിയാണ് പോയത്. അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 3 hours കൊണ്ട് താജ്മഹലിൽ എത്താൻ പറ്റി. അപ്പോൾ ഇതാണ് താജ്മഹലിൻ്റെ കവാടം എന്ന് പറയുന്നത്. നമ്മൾ ആ വ്യൂ നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും. അത് ഫസ്റ്റ് ഫുള്ള് ബ്ലാങ്ക് ആയിരിക്കും. ഒരു സ്പോട്ട് കഴിഞ്ഞാൽ ആ വ്യൂ അതൊക്കെ കണ്ടാൽ എത്ര മനോഹരമായിരിക്കുന്ന വ്യൂ ആണ് താജ്മഹൽ. ഇതൊരു നമ്മുടെ ഔട്ട് ഓഫ് 7 wonders ഓഫ് ദി വേൾഡ്, ലോക അത്ഭുതങ്ങളിൽ ഒന്നാണ് നമ്മുടെ താജ്മഹൽ എന്ന് പറയുന്നത്. താജ്മഹലിനെ പറ്റി എല്ലാവർക്കും ബേസിക്കായിട്ട് അറിയുന്നൊരു കാര്യമാണ്. ഷാജഹാൻ തൻ്റെ വൈഫ് മുംതാസിന് വേണ്ടിയിട്ട് നിർമ്മിച്ചതാണ് ഈ താജ്മഹൽ എന്ന് പറയുന്നത്. ഇപ്പോൾ താജ്മഹലിൻ്റെ ഉള്ളിൽ നമുക്ക് നടക്കാൻ ചെരുപ്പിടാൻ പറ്റില്ല. അപ്പോൾ അതിനവരൊരു കവറിങ് തരുന്നത്, അതാണ് ഇപ്പോൾ ആ വീഡിയോയിൽ കണ്ടത്. ഓക്കെ, അപ്പോൾ താജ്മഹലിനെ പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഇപ്പം നിലവിൽ ഞാൻ പറഞ്ഞു, മുംതാസിൻ്റെ സ്മരണാർത്ഥമാണ് ഷാജഹാൻ പണി തന്നത്. ഇത് യമുന നദീൻ്റെ കരയിലാണ് നമ്മുടെ ഈ താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത്. ഈ താജ്മഹലിൻ്റെ 4 ചുറ്റിലും ഓരോ മിനാർസ് ഉണ്ട്. മിനാർസ് അത് ഏകദേശം ഒരു 130 feet ഹൈറ്റുള്ളതാണ്. ആ മിനാർസിന് പ്രത്യേകതയുണ്ട്, അതിലെല്ലാം പുറത്തേക്കാണ് ചെരിഞ്ഞിരിക്കുന്നത്. അതിന് എന്തിനാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് വെച്ചാൽ, ഭൂകമ്പം അങ്ങനത്തെയൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊരിക്കലും താജ്മഹലിലേക്ക് വീണിട്ട് അതിന് ഡാമേജ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ മിനാർസൊക്കെ അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, താജ്മഹലിൻ്റെ കുറച്ച് ബേസിക് ഡീറ്റെയിൽസ് കൂടി ഞാൻ ഷെയർ ചെയ്യാം. ഇത് ആക്ച്വലി 16th century ഇത് നിർമ്മിച്ചിരിക്കുന്നത്. മോർ ദാൻ 25 to 30 years വേണ്ടി വന്നു ഇതിൻ്റെ മൊത്തം കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. 17 hectare വരുന്ന സ്ഥലത്താണ് ആക്ച്വലി ഇത് കിടക്കുന്നത്. ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, മുംതാസിൻ്റെ സ്മരണാർത്ഥമാണ് ഇത് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി മുംതാസ് എന്ന് പറഞ്ഞാൽ ഷാജഹാൻ്റെ 3rd വൈഫാണ്. അവർ 14ാമത്തെ കുട്ടിക്ക് ചൈൽഡിന് ബർത്ത് ചെയ്യുന്ന സമയത്താണ് അവർ മരണപ്പെട്ടത്. ഓക്കെ, അപ്പം ഒരു 39 വർഷം മാത്രമേ ആക്ച്വലി അവർ ജീവിച്ചിരുന്നുള്ളൂ. അവർ 19th age അവർ കല്യാണം കഴിഞ്ഞു. 21 വർഷം മാത്രമാണ് അവരെ ദാമ്പത്യം മുന്നോട്ട് പോയത്. നിങ്ങൾക്കറിയുന്ന പോലെ തന്നെ ഈ താജ്മഹൽ നിർമ്മിച്ചിരിക്കുന്നത് ഫുൾ വൈറ്റ് മാർബിൾസ് ആണ്. വൈറ്റ് മാർബിൾസ് ഒക്കെ കൊണ്ടുവന്നിരിക്കുന്നത് രാജസ്ഥാനിൽ. പിന്നെ റെഡ് സ്റ്റോൺസ്, അതൊക്കെ പ്രീഷ്യസ് ആയിട്ടുള്ള പല സ്റ്റോൺസും ഒക്കെയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതൊക്കെ അഫ്ഗാനിസ്ഥാൻ, ശ്രീലങ്ക, ചൈന, അറേബ്യൻ കൺട്രീസ് അവിടെ നിന്നൊക്കെയാണ് നമ്മുടെ ഈ പ്രീഷ്യസ് ആയിട്ടുള്ള സ്റ്റോൺസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. ഏകദേശം ഒരു 20,000 വരുന്ന ആൾക്കാരെ ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തതെന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അതുകൂടാതെ നമുക്ക് താജ്മഹലിൻ്റെ കൺസ്ട്രക്ഷനെ വന്നിട്ട് കുറേ മിത്തുകളുണ്ട്. നിങ്ങൾക്ക് പലരും കേട്ടിട്ടുണ്ടാകും, ഇതിൻ്റെ ശില്പികളെല്ലാവരെയും കൈവെട്ടിക്കളഞ്ഞു. ഇതൊക്കെ ശരിക്കും ഇതിന് ശാസ്ത്രീയമായിട്ടുള്ള ഒരു സപ്പോർട്ടിങ്ങും ഇല്ല. അതുകൂടാതെ വേറെ ഒരു മിത്തായിരുന്നു ഈ നമ്മുടെ താജ്മഹലിൻ്റെ ബ്ലാക്ക് താജ്മഹൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഷാജഹാൻ പദ്ധതി ഉണ്ടായിരുന്നു. അത് കണ്ടിരുന്നത് ആക്ച്വലി അത് അങ്ങനെ ആയിരുന്നില്ല. ഈ താജ്മഹൽ ഉണ്ടാക്കിയ സമയത്തുള്ള കുറേ വേസ്റ്റ് മാർബിൾസൊക്കെ മണ്ണിൻ്റെ അടിയിൽ കിടന്ന് അതിൻ്റെ ഒരു രൂപം മാറ്റം വന്നതാണ് ആക്ച്വലി അങ്ങനെ ബ്ലാക്ക് മാർബിൾസ് എന്നൊക്കെ വന്നിട്ടുള്ള. അതുകൂടാതെ വേറെ ഇതായിരുന്നു, നമ്മുടെ ബ്രിട്ടീഷ് വൈസ്രോയ് ഇത് പൊളിച്ചു മാറ്റി ഇതിൻ്റെ എന്താ പറയുക മാർബിൾസൊക്കെ ലേലം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു എന്നുള്ളത്. അതും ഫേക്കാണ്. ആക്ച്വൽ താജ്മഹൽ നമ്മളിപ്പോൾ ഇന്ന് കാണുന്ന പോലെ ആയിരുന്നില്ല. അതിൽ വളരെയധികം പ്രീഷ്യസ് സ്റ്റോൺസും കാര്യങ്ങളൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഓരോ യുദ്ധം വരുന്ന സമയത്ത് പല ആൾക്കാരുടെ കയ്യിലായിരുന്നു ഈ നമ്മുടെ സ്ഥലം ഈ പ്ലേസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ വന്നിട്ടാണ് അവരുടെ സ്റ്റോൺസും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തത്. അതുകൂടാതെ പിന്നീട് ബ്രിട്ടീഷ് റൂള് വന്നപ്പോൾ ബ്രിട്ടീഷുകാരും കുറേ നമ്മുടെ സ്റ്റോൺസൊക്കെ എടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. രണ്ടാമത് നമ്മൾ പോയത് ആഗ്ര ഫോർട്ടിലേക്കാണ്. ആഗ്ര ഫോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ താജ്മഹലിൽ നിന്ന് ഏകദേശം ഒരു 1.5 kilometer, 2.5 kilometer മാത്രമേ ഡിസ്റ്റൻസേ ഉള്ളൂ ആഗ്ര ഫോർട്ട് എന്ന് പറയുന്നത്. ആഗ്ര ഫോർട്ട് നമ്മുടെ താജ്മഹലൊക്കെ ഉണ്ടാകുന്നതിന് മുന്നേ ഉണ്ടായതാണ്.
ഷാജഹാൻ്റെ ഗ്രാൻഡ് ഫാദർ അക്ബർ അവരുടെ കാലഘട്ടത്തിലാണ് നമ്മുടെ ഈ ആഗ്ര ഫോർട്ട് നിർമ്മിച്ചിരിക്കുന്നത്. മുഴുവനായിട്ട് ഉണ്ടാക്കിയെന്നല്ല, ഇപ്പോൾ ഈ കാണുന്ന രൂപത്തിലേക്ക് ആക്കിയത് അക്ബറിൻ്റെ കാലഘട്ടത്തിലാണ്. ആഗ്ര ഫോർട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് 3 എൻട്രൻസ് ഉണ്ട്. അപ്പോൾ ഒരു എൻട്രൻസിൽ നിന്ന് മറ്റൊരു എൻട്രൻസിലേക്ക് കാണാൻ പറ്റില്ല. ഇപ്പോൾ ഞങ്ങൾ ഈ കാണുന്നത് ഒരു നാരോ ആയിട്ടുള്ളൊരു പാസേജാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ഈ എനിമീസ് ആ കവാടത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഈ നാരോ ആയിട്ടുള്ളൊരു സ്ഥലത്ത് വെച്ച് അവരെ കീഴ്പ്പെടുത്താൻ ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെയൊരു പാസേജ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കയറുമ്പോൾ തന്നെ നമുക്ക് കാണുന്നത് ജഹാംഗീർ മഹലാണ്. ഇപ്പോൾ ഈ വീടുകൾ കണ്ട് ജഹാംഗീർ മഹൽ എന്ന് പറഞ്ഞാൽ അക്ബറിൻ്റെ ഒരു ഹിന്ദു വൈഫുണ്ട് ജോധ അക്ബർ, അവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് ഈ ജഹാംഗീർ മഹൽ എന്ന് പറയുന്നത്. പിന്നീട് ഞങ്ങൾ കയറി ചെല്ലുന്നത് ഖാസ് മഹലിലേക്കാണ്. ഖാസ് മഹൽ ഒരു പല്ലക്കിൻ്റെ രൂപത്തിലാണ് ഉണ്ടാക്കിയത്. 2 സൈഡിലും ഓരോ പല്ലക്ക് വെച്ചതുപോലെയാണ് ഇതിൻ്റെ നിർമ്മാണം. ഖാസ് മഹൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഷാജഹാൻ്റെ 2 പുത്രികളായ ജഹനാര, റോഷ്നാര എന്നിവർക്ക് വേണ്ടിയാണ്. ഖാസ് മഹലിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്നത് അങ്കൂരി ബാഗാണ്. ഇത് രാജാക്കന്മാർക്ക് വേണ്ടിയുള്ള വീഞ്ഞ് ഉണ്ടാക്കാൻ വേണ്ടി ആണ് ഈ അങ്കൂരി ബാഗ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഖാസ് മഹലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഖാസ് മഹലിൻ്റെ ഉള്ളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് താജ്മഹൽ ശരിക്കും കാണാൻ പറ്റും. അതിൻ്റെ ഡിസൈന് ചെയ്തിരിക്കുന്നത് തന്നെ അങ്ങനെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും. ഇവിടുന്ന് ജസ്റ്റ് നമുക്ക് വേറെ ഐസിനെ കൊണ്ട് അവിടെയുള്ള താജ്മഹലിൻ്റെ കറക്റ്റ് വ്യൂ കാണാൻ പറ്റും. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ മുസമ്മൽ ബുർജ് എന്ന് പറഞ്ഞാൽ മുംതാസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ മഹലാണ് ഈ മുസമ്മൽ ബുർജ് എന്ന് പറയുന്നത്. ഇതിലെ സെയിം ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ താജ്മഹലിലും ഇവർ ചെയ്തിരിക്കുന്നത്. ഷാജഹാൻ്റെ മകൻ ഔറംഗസേബ് അദ്ദേഹത്തെ തടവിലാക്കിയിരുന്നു. ആ തടവിലാക്കിയ സമയത്ത് ഷാജഹാനെ പാർപ്പിച്ചത് ഈ മുസമ്മൽ ബുർജിലാണ്. മുസമ്മൽ ബുർജിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഷാജഹാന് ഇവിടെ ഇരുന്നു കൊണ്ട് എല്ലാ ദിവസവും താജ്മഹൽ കാണാൻ പറ്റുമായിരുന്നു. ഏകദേശം 7 വർഷത്തോളം കാലം ഷാജഹാനെ ഈ മുസമ്മൽ ബുർജിൽ പാർപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഷാജഹാൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മകനായിരുന്നു ദാര. അപ്പം ഈ ഔറംഗസേബ് ദാരയുടെ ശിരസ് വെട്ടി നമ്മുടെ ഷാജഹാൻ്റെ മുന്നിൽ ഒരു തളികയിൽ വെച്ച് കൊണ്ടുകൊടുത്തു. അപ്പം അതിൽ നിന്നുണ്ടായ ഒരു ഷോക്ക് അദ്ദേഹത്തിന് ഒരിക്കലും താങ്ങാൻ പറ്റിയിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ ധാരയുടെ മരണമായിരുന്നു. ഇത് ദിവാനി ഖാസ് എന്ന് പറയും. ഇത് രാജാവിന് പൊതുജനങ്ങളുമായിട്ട് സംസാരിക്കാനുള്ള സ്ഥലമാണ്. ഇപ്പോൾ ഈ കാണുന്ന ഫോർട്ടിൻ്റെ ഒരു 50% ഇന്ത്യൻ ആർമിയുടെ കയ്യിലാണ്. അവിടെ ഞങ്ങൾക്ക് ആർക്കും പ്രവേശനമില്ല. പിന്നീട് ഈ ആഗ്ര ഫോർട്ടിൽ വിസിറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങളോട് കൂടെ ഒരു ലോക്കൽ ഗൈഡ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം പരമാവധി ഫുൾ ഡീറ്റെയിൽസ് ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലോക്കൽ ഗൈഡിനെ ഞങ്ങൾ എന്തായാലും എല്ലാവരും കൂടെ കൂട്ടാം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഓരോ ബിൽഡിങ്ങിൻ്റെയും പ്രത്യേകതകളും മറ്റും മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അതിനുശേഷം പിന്നെ നമ്മൾ റിട്ടേൺ നമ്മുടെ റൂമിലേക്ക് പോയി. അപ്പോൾ റൂമിലേക്ക് നൈറ്റിൽ ഡൽഹീൻ്റെ വ്യൂ ആണ്. ഡൽഹീൻ്റെ മെയിൻ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ രാത്രിയാകുമ്പം നമ്മളിപ്പോൾ ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് എന്ന് വെച്ചാൽ നമ്മൾ ലാസ്റ്റത്തെ ഒരു 10 കിലോമീറ്റേഴ്സ് മിനിമം എനിക്ക് തോന്നുന്നൊരു 1 hour ഒക്കെ എടുത്തു നമ്മുടെ റൂമിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അത്രയും ട്രാഫിക് ബ്ലോക്കായിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഡൽഹി ആഗ്ര അമൃത്സർ ട്രിപ്പിൻ്റെ എപ്പിസോഡ് 1 ആണിത്. വരും ദിവസങ്ങളിൽ എപ്പിസോഡ് 2 ഉടനെ വരുന്നതായിരിക്കും. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണുവാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. Until next video, it's Arun signing off. Bye-bye.